ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. ഗ്രാഫിക് ഡിസൈനിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മലയാളം ഫോണ്ട് നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്യുന്നു. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ വിഡ്ത്തിലും ഹൈറ്റിലുള്ള ഒരു ക്യാൻവാസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ക്യാൻവാസിലേക്ക് നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം അല്ലേ. ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യുന്നു. അതിനായിട്ട് ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഫസ്റ്റ് കാണുന്ന ടെംപ്ലേറ്റ് എന്നതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ഒബ്ജക്റ്റിന് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഇത് മറ്റൊരു ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിൻ്റെ താഴത്തുള്ള ഇത് ഷേപ്പാണ്. ഈ ഷേപ്പ് എലമെൻസിലാണ് പോയി എടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഇമേജാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഒബ്ജക്റ്റ് ചേർന്നിട്ടാണ് ഒരു ഡിസൈൻ രൂപപ്പെടുന്നത്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് ക്യാൻവയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമൈസായിട്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ നമ്മുടെ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഇതിലേക്ക് പുതിയൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നു. അതിനായിട്ട് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഫോട്ടോമേ ടാപ്പ് ചെയ്യുക. താഴെ കാണുന്ന ടൂൾ ബാറിൽ BG റിമൂവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടല്ലേ. ശേഷം ഈ ഫോട്ടോയെ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. ശേഷം ഇനി നമുക്കിതിലേക്ക് മലയാളം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട മലയാളം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട മലയാളം ടെക്സ്റ്റ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ രൂപം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോർമൽ ടെക്സ്റ്റ് ആണല്ലേ. ഇത് നമുക്ക് വ്യത്യസ്ത ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്കൊരു ആരോ കാണാം. ആരോ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മലയാളം ഫോണ്ട് കിട്ടാനായിട്ട് സെർച്ച് ഓപ്ഷനിൽ MLU എന്ന് സെർച്ച് ചെയ്യുക. MLU എന്ന് സെർച്ച് ചെയ്താൽ മലയാളം ഫോണ്ടുകൾ ഒരുപാട് നമുക്കിതിൽ കാണിക്കും. ഇത് ക്യാൻവൻ്റെ പ്രീമിയം വെർഷനിലാണ് കേട്ടോ. ക്യാൻവൻ്റെ പ്രീമിയം വെർഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ മലയാളം ഫോണ്ട് അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഇതെല്ലാം പ്രീമിയം വെർഷനിലാണ് വരുന്നത്. അപ്പോൾ പ്രീമിയം നമ്മൾ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്ത് തരും. ആക്ടിവേഷൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ക്യാൻവയിൽ കൊടുത്തിട്ടുള്ള Gmail അഡ്രസ്സ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ചെറിയ പേയ്മെൻറ്റിൽ നമ്മളത് ആക്ടിവേഷൻ ചെയ്ത് തരും. ശേഷം നമ്മുടെ ഒരുപാട് ഫോണ്ടുകൾ വന്നിട്ടുണ്ട്. ഓരോ ഫോണ്ടിൻ്റെ പേര് ഇതിൽ നമുക്ക് കാണാം. ഫസ്റ്റിന് MLU ആശ റെഗുലർ, MLU ആതിര, MLU പറഞ്ഞാൽ മലയാളം യൂണിക്കോഡ് ഫോണ്ട് കേട്ടോ. MLU അനഘ റെഗുലർ. അങ്ങനെ ഒരുപാട് മലയാളം യൂണിക്കോഡ് ഫോണ്ട് നമുക്കിതിൽ കാണാം. ഓരോ ഫോണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ആ എഴുത്തിൻ്റെ സ്റ്റൈൽ അതിൻ്റെ ഭംഗി മാറുന്ന കാണാം. അപ്പോൾ ഈ ഒരു ഫോണ്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുക്കണം കേട്ടോ. അപ്പോൾ
ഞാനിവിടെ ഒരു MLU ജ്വാല ബോൾഡ് എന്നുള്ളൊരു ഫോണ്ടിലൂടെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഇതല്ലാതെ നമുക്ക് നമ്മളെ രീതിയിൽ ടൈപ്പ് ചെയ്യാൻ ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് കഴിഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ചെയ്യാൻ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്, യുവർ പാരഗ്രാഫ് ടെക്സ്റ്റ് എന്നുള്ള. അവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. പൊതുപരീക്ഷ ക്ലാസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിനെ ഫോണ്ട് മാറ്റാനായിട്ട് ഫോണ്ട് എന്നുള്ള ഭാഗത്ത് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഇതിൻ്റെ വലുപ്പം കൂട്ടാനായിട്ട് ഫോണ്ട് ഷേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈലിന് അപ്പുറത്തുള്ള ഫോണ്ട് ഷേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഷേസ് സിമ്പിളായിട്ട് കൂട്ടാം. ഇനിയിപ്പോൾ ഓൺലൈൻ മദ്രസ പഠനം എന്നുള്ള ആ ഒരു ഫോണ്ട് തന്നെ അതിൻ്റെ അതേ വലുപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ മദ്രസ പഠനം എന്നുള്ള ആ ഒരു ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ഷേസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. നമുക്ക് കാണാം എത്ര ആ ഫോണ്ട് ഷേസ് എന്നുള്ളത് 96.7. ആ ഒരു ഫോണ്ട് തന്നെ അതേ ഒരു വലുപ്പത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഫോണ്ട് ഷേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം 56 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വേണ്ട ഫോണ്ട് ഷേസ് എൻ്റർ ചെയ്യാം. 96.7 ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു വലുപ്പത്തിലേക്ക് ഇത് ഒന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ. ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഫോണ്ട് ചെയ്ത് എന്നുള്ളതിന് തൊട്ടപ്പുറത്തുള്ള കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ട കളർ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. കളർ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട് ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. വേണ്ട ഫോണ്ട് ഏതാണ് ആ ഫോണ്ട് ഇവിടെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മലയാളത്തിൽ ഫോണ്ട് എഡിറ്റ് ചെയ്യൽ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് എങ്ങനെയാണ് മലയാളം ഫോണ്ട് ഉപയോഗിക്കുക, മറ്റത് എങ്ങനെയാണ് നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്തിട്ട് അയക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.